ഇത് അവരവരുടെ ജാതകത്തിൽ ഇതുണ്ടാവും. ചിലർ ഒന്നിലധികം പ്രേമിക്കും, ചിലർക്ക് ഒരു പ്രേമം പോലും വരത്തില്ല. ഇങ്ങനെ ഉണ്ടാവും. ചിലർ മറ്റവരുടെ കയ്യിൽ വിശ്വാസിച്ച് ചിലത് ഏൽപ്പിക്കും, തിരിച്ച് കിട്ടത്തില്ല. ചിലർക്ക് കിട്ടും. ചന്ദ്രൻ്റെ മുമ്പിൽ രാഹു കയറി വരികയാണ്, നേരിട്ട് ചന്ദ്രനാ ഇവിടെ, രാഹു നേരിട്ട് വരികയാണ്. അങ്ങനെ വന്നാൽ ഇവർ കൊടുക്കുന്ന കാശെല്ലാം ഒരു കള്ളനാണ് കൊണ്ടുപോകാൻ വരുന്നത്. അത് നടക്കത്തില്ല. അതായത് കൊടുത്താലും കിട്ടില്ല, ജോലിയും കിട്ടത്തില്ല, കാശും പോകും. കേത് എൻ്റെ ഇടയ്ക്ക് കയറി വന്നാൽ എല്ലാത്തിനും തടസ്സമാണ്. അപ്പം ജനന ജാതകത്തിൽ കാണാം, രാഹുവിനെ നോക്കി ചന്ദ്രൻ പോയാൽ രാഹു തരത്തില്ല. ഇപ്പൊ കളഞ്ഞുപോയ സാധനം എന്ന് വെച്ചാൽ 27 നക്ഷത്രം വെച്ച് നോക്കും. ഓരോ നക്ഷത്രത്തിനും വീട്ടിലോ റോട്ടിലോ ജോലി ചെയ്യുന്നിടത്തോ ഒരു സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് തന്നെ അത് കളഞ്ഞു പോകും. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷ യാത്രയിലേക്ക് സ്വാഗതം. ആസ്ട്രോളജിസ്റ്റായ ശ്രീ റോബിൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സർ നമസ്കാരം. ആസ്ട്രോളജിയിൽ പ്രവചനങ്ങളുണ്ട്. പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക ഭാവിയെ പറ്റിയാണ്. പക്ഷേ ഭാവി മാത്രമല്ല നമുക്ക് പ്രവചിക്കാൻ പറ്റുക. നമുക്ക് കടം കൊടുത്തത് തിരിച്ചു കിട്ടുമോ, കളഞ്ഞു പോയത് തിരിച്ചു കിട്ടുമോ, പ്രണയിക്കുന്ന ആൾ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റും, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പ്രവചിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് അവരവരുടെ ജാതകത്തിൽ ഇതുണ്ടാവും. ചിലർക്ക് പ്രേമം ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാകത്തില്ല. ചിലർ ഒന്നിലധികം പ്രേമിക്കും, ചിലർക്ക് ഒരു പ്രേമം പോലും വരത്തില്ല. ഇങ്ങനെ ഉണ്ടാവും. ചിലർ മറ്റവരുടെ കയ്യിൽ വിശ്വാസിച്ച് ചിലത് ഏൽപ്പിക്കും, തിരിച്ച് കിട്ടത്തില്ല. ചിലർക്ക് കിട്ടും. അതെ. അപ്പോൾ ഇതുപോലെ ജോലിക്ക് വേണ്ടി ഗവൺമെൻറ് ജോലിക്ക് കൈക്കൂലി കൊടുക്കും. അപ്പം ചിലർക്ക് കൈക്കൂലി കൊടുത്താൽ കിട്ടും, ചിലർക്ക് കൈക്കൂലി കൊടുത്താലും കിട്ടത്തില്ല. ഇവർ ജാതകത്തിൽ കാണാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കർമ്മം എന്ന് പറയുമ്പം 10ാം വീട് എന്ന് പറയും. 10ലാണ് കർമ്മമുള്ളത്. ആ കർമ്മത്തിൽ ഒരു ഗ്രഹം വക്രത്തിലിരിക്കുകയാണെന്ന് വെച്ചാൽ അവർ കൈക്കൂലി കൊടുക്കാതെ ജോലിയിൽ കയറാൻ പറ്റത്തേയില്ല. അവർ എന്ത് കഴിവുണ്ടായാലും ആർക്കെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും കൈക്കൂലി കൊടുക്കണം. അവരങ്ങനെ കൊടുത്തേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ ഇത് പ്രവചനമാണ്. അപ്പോൾ അവർ ചോദിക്കും, ചിലർ വന്ന് എന്നോട് ചോദിക്കും, എനിക്ക് ജോലി എടുക്കണം, പക്ഷേ കൈക്കൂലി കുറച്ച് ചോദിക്കുന്നുണ്ട്, അപ്പം അത് കൊടുക്കണോ, കൊടുത്താൽ കിട്ടുമോ വേണ്ടയോ? അപ്പം നിങ്ങൾ കൊടുത്താലേ കിട്ടൂ, ഇത് നിങ്ങളുടെ തലവിധിയാണ് എന്ന് പറയും. അപ്പം അത് കൈക്കൂലി കൊടുക്കുന്നത് തെറ്റാണ്. അത് പക്ഷേ അത് എന്തെങ്കിലും സമ്മാനമായിട്ടോ ഏതോ രീതിയിൽ അങ്ങനെ കൊടുത്തേ പോകാൻ പറ്റത്തുള്ളൂ. കൈക്കൂലി എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമില്ല, കൊടുത്താലേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് കൊടുക്കണം എന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു ജോലിക്ക് 4 പേർ വന്ന് നിൽക്കുക, അപ്പം കൈക്കൂലി കൊടുത്തേ പറ്റും. അപ്പോൾ ഒരു ജോലിയുണ്ട്, ആരുമില്ല, അപ്പം എങ്ങനെയെങ്കിലും നീ വന്ന് വാ എന്ന് വിളിക്കും. ഇത് ഒരു രീതിയാണ്. അപ്പം ചിലർ വിളിക്കും, എങ്ങനെയെങ്കിലും നീ വാ വന്ന് ഇരി എന്ന് പറയുന്ന ജാതകത്തിലും ഉണ്ട് ജോലി. ചിലർക്ക് ഗവൺമെൻറ് ജോലിയുണ്ട്. അവർ ഗവൺമെൻറ് ജോലി ഞാൻ എടുത്തേ തീരുമെന്ന് പറയും. പക്ഷെ എടുത്തിട്ട് രണ്ടാമത് ഒന്നിൽ അവർ ഡിസ്മിസ് ചെയ്യും, അല്ലെങ്കിൽ ഇവർ ജോലി വിട്ടുപോകും. അപ്പോൾ ഇത് 6ാമത്തെ വീട്ടിൽ സൂര്യൻ എന്ന് പറയും. 6ാമത്തെ വീട്ടിൽ സൂര്യൻ കയറിയാൽ അവർ എങ്ങനെയെങ്കിലും ഒരു ജോലി എടുക്കും, പക്ഷെ എടുത്തിട്ട് അവർ കണ്ടിന്യൂ ചെയ്യത്തില്ല. അവർ തന്നെ അത് വിടും, അവർ കണ്ടിന്യൂ ചെയ്യത്തില്ല. അതുപോലെ ചിലർ കയ്യിൽ നിന്ന് ഏതെങ്കിലും കൊടുക്കും, മറ്റവർക്ക് കൊടുത്തിട്ട് അത് എങ്ങനെയും തിരിച്ച് പിടിക്കണം എന്ന് വെച്ചാൽ നമ്മളിത് കൊടുക്കുന്നതിന് മുമ്പ് ഇത് കൊടുക്കണോ വേണ്ടേ എന്നൊന്ന് നോക്കണം. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ, ചന്ദ്രൻ്റെ മുമ്പിൽ രാഹു കയറി വരികയാണ്, നേരിട്ട് ചന്ദ്രനാ ഇവിടെ, രാഹു നേരിട്ട് വരികയാണ്. അങ്ങനെ വന്നാൽ ഇവർ കൊടുക്കുന്ന കാശെല്ലാം ഒരു കള്ളനാണ് കൊണ്ടുപോകാൻ വരുന്നത്. അത് നടക്കത്തില്ല. അതായത് കൊടുത്താലും കിട്ടില്ല, ജോലിയും കിട്ടത്തില്ല, കാശും പോകും. ഇപ്പോൾ കേതുവാണ് അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നത്. കേത് എൻ്റെ ഇടയ്ക്ക് കയറി വന്നാൽ എല്ലാത്തിനും തടസ്സമാണ്.
ഇവർ എല്ലാം കൊടുക്കും, ഇവർക്കും എല്ലാം ശരിയായിട്ട് കൊടുക്കാൻ കഴിയത്തില്ല, അത് കഴിഞ്ഞിരിക്കുന്നതൊന്നും ശരിയായിട്ട് എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഇവർ ഈ സമയത്തിൽ കൊടുക്കരുത്. അതുപോലെ നമ്മൾ കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതുണ്ട്, അത് കിട്ടുവോ ഇല്ലയോ എന്നറിയാൻ പറ്റില്ല. അറിയാൻ പറ്റും. അതെന്നു വെച്ചാൽ അത് നമുക്ക് അവർ കൊടുത്ത സമയത്ത് ഇത് നിൽക്കുന്ന ഗ്രഹം, ഒരു ഗ്രഹം വക്രത്തിൽ നിന്ന് കൊണ്ടുപോയാൽ അത് കൊണ്ടുപോയി, തിരിച്ചത് കിട്ടത്തില്ല. അത് വക്രത്തിൽ, അത് തിരിച്ചു കൊണ്ടുപോയി, അവർ വരത്തില്ല. അതുപോലെ നമുക്ക് ദിശാബുദ്ധി അന്തരം അപഹാരം എന്ന് പറയും. അതിൽ വക്രമായിരിക്കുന്ന ഗ്രഹം ദിശ നടത്തുക, വക്രമായിരിക്കുന്ന ഗ്രഹം ദിശ നടത്തിയാൽ അവർ തിരിച്ചു വരും, കൊണ്ടുവരും. അതുപോലെ രാഹു വക്രത്തിൽ വരുന്ന ഗ്രഹമാണ്. രാഹുവിൻ്റെ അപഹാരം ഏതും വരുന്നുണ്ടെങ്കിൽ അവൻ പിടിച്ചു കൊണ്ടുവരും. അത് രാഹു കൊണ്ടും പോവും, ഇങ്ങനെ വരുമ്പം കൊണ്ടും വരും. അപ്പം ആ രാഹുവിൻ്റെ സ്ഥിതി വേണം. അവൻ കൊടുക്കാനുള്ള സ്ഥിതിയിലാണോ, അവൻ പറ്റിക്കുന്ന സ്ഥിതിയാണോ? അപ്പം ജനന ജാതകത്തിൽ കാണാം, രാഹുവിനെ നോക്കി ചന്ദ്രൻ പോയാൽ രാഹു തരത്തില്ല. അപ്പൊ കടം കൊടുക്കരുതെന്ന് നമുക്കൊരു ഉപദേശം കൊടുക്കാം. അത് കൊടുക്കാം. അപ്പോൾ എന്താന്ന് വെച്ചാൽ ബുധനും രാഹുവും ചേർന്ന് ജാതകത്തിൽ എവിടെ ഉണ്ടായാലും, അല്ലെങ്കിൽ രാഹു ബുധന്റെ നക്ഷത്രത്തിലോ ബുധൻ രാഹുയുടെ നക്ഷത്രത്തിലോ നിന്നാൽ ഇവർ കടം കൊടുക്കുകയും ചെയ്യരുത്. ചുമ്മാ കൊടുക്കാം. 1,00,000 രൂപ വേണം എന്ന് ഒരു ചോദിച്ചാൽ 1,000 രൂപ കൊടുക്കാം, അല്ലെങ്കിൽ 5,000 രൂപ കൊടുക്കാം. എനിക്ക് വേണ്ട, നീ കൊണ്ടുപോക്കാളം പറയണം. പക്ഷെ കടൻ ആയിട്ട് കൊടുക്കരുത്. ഇതുപോലുള്ളവർ കൊടുത്താൽ കിട്ടത്തില്ല. പക്ഷെ ചിലർ കൊടുത്ത് അപ്പോൾ അത് കിട്ടുമോ ഇല്ലയെന്ന് നോക്കിയാൽ ഒരു ഗ്രഹം വക്രത്തിൽ വരും, വക്രത്തിൽ വരുന്ന ഗ്രഹം അത് വാങ്ങിച്ചു കൊണ്ടുവരും. അപ്പോൾ അത് സമയം എത്ര കാലം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പറയാം ഇത് കിട്ടും. ചിലപ്പോൾ ഇപ്പോൾ ഇത്രയും കാലമുണ്ട്, ഇത്ര കാലം കഴിഞ്ഞിട്ട് ആ ഗ്രഹം വന്നാലും ഇല്ല. അതുപോലെ ഇതുപോലെ തന്നെയാണ് കളഞ്ഞുപോയ സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നത്. അത് നോക്കാം. ഇപ്പൊ കളഞ്ഞുപോയ സാധനം എന്ന് വെച്ചാൽ 27 നക്ഷത്രം വെച്ച് നോക്കും. ഓരോ നക്ഷത്രത്തിനും വീട്ടിലോ റോട്ടിലോ ജോലി ചെയ്യുന്നിടത്തോ ഒരു സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് തന്നെ അത് കളഞ്ഞു പോകും, വേറെ എങ്ങും പോകത്തില്ല. ചില നക്ഷത്രത്തിൽ പോയാൽ കിട്ടത്തില്ല. അത് തിരിച്ച് കിട്ടുമോ ഇല്ലേ എന്ന് വെച്ചാൽ നോക്കിയാൽ അറിയാം. അപ്പൊ ഇത് കിട്ടും, ഇത് കിട്ടത്തില്ല. ഇപ്പം ഒരിക്കലേ എന്നോട് ഒന്ന് ചോദിച്ചെന്ന് വെച്ചാൽ കാതിലിരിക്കുന്ന കമ്മല് കളഞ്ഞു പോയെന്ന് ഫോൺ വിളിക്കുക. ആ കൊച്ചിൻ്റെ അമ്മ സ്റ്റുഡൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അവർ ചോദിച്ചു, ഇത് കളഞ്ഞു പോയെന്ന് പറയാണ്ട് മോളെന്ന്. അപ്പം ഉടനെ നോക്കുമ്പം നമുക്ക് നാളേതാന്ന് നോക്കുമ്പോൾ ഉത്രാടമാണ്, ഉത്രാട നക്ഷത്രമാണ് വരുന്നത്. ശരി, ഉത്രാട നക്ഷത്രത്തിൻ്റെ സ്ഥലം ഏതാ എന്ന് ചോദിച്ചാൽ നമ്മൾ കുളിക്കുന്ന സ്ഥലം, തുണി അലക്കുന്ന സ്ഥലം, ഇതെല്ലാം പാത്രം കഴുകുന്ന സ്ഥലം, ഇതെല്ലാം ഉത്രാട നക്ഷത്രത്തിൻ്റെ കൺട്രോളാണ്. അപ്പം ഇവിടെയെല്ലാം ചെന്ന് നോക്കാൻ പറഞ്ഞു. കൂടുതലും കുളിക്കുന്ന സ്ഥലത്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ കുളിക്കുന്ന സ്ഥലത്ത് നോക്കി. അവിടെ നോക്കുമ്പം അതിൻ്റെ സൈഡിൽ കുളിക്കുന്ന സൈഡിലാണ് അത് കമ്മൽ അവിടെ കിടക്കുന്നത്. കറക്റ്റായിട്ട് അവിടെ പോയി 5 മിനിറ്റിനുള്ളിൽ കയ്യിലെടുത്തു, കമ്മലെടുത്തു. അപ്പം ഇതുപോലെ ചിലത് എടുക്കാം. ഇപ്പോൾ അന്ന് സ്വാതി നക്ഷത്രമാണെന്ന് വെച്ചോ, സ്വാതി നക്ഷത്രമാണെന്ന് വെച്ചാൽ അന്ന് കിട്ടത്തില്ല. കാരണം സ്വാതി നക്ഷത്രം എന്ന് പറയുമ്പം ഏതെങ്കിലും ഹോളാണ്, നമുക്ക് കണ്ണു പറ്റത്തില്ല. ചെറിയ ചെറിയ ഹോൾ എവിടെയെങ്കിലും കാണും, അവിടെ അത് ചെന്ന് ഉരുണ്ട് അതിനകത്ത് വീഴും. പിന്നെ നമ്മൾ എവിടെ എഴുതില്ല നോക്കും, പറ്റത്തില്ല. പിന്നെ അത് ആർക്കും അത് കിട്ടത്തില്ല. അപ്പൊ ഇതുപോലെ നാളുണ്ട്. ഈ നാളിൽ കിട്ടും, ഈ നാളിൽ കിട്ടത്തില്ല. ഈ നാളിൽ ഇവിടെ തന്നെ ആയിരിക്കും. അതുപോലെ ഇനിയും ഒരു ഫോൺ വിളിച്ച് ഒരു പള്ളിയിൽ പെരുന്നാളാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് അവർ ഏതോ കൈ വള ഊരി ഒരു പുസ്തകത്ത് അടിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അവർ എവിടെ വെച്ചെന്ന് അറിയത്തില്ല, മറന്നുപോയി. അപ്പോൾ പള്ളി പെരുന്നാളിന് ഒരുപാട് പേർ വീട്ടിൽ കയറി അവർ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ ആരൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ എന്നോടൊന്ന് ചോദിച്ചു, ഇത് ആരാ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം നോക്കിയപ്പം തിരുവാതിരയാണ്. തിരുവാതിര എന്ന് പറയുമ്പം കമ്പ്യൂട്ടർ, ലൈബ്രറി, ഇതുപോലുള്ള പുസ്തകം വെക്കുന്ന ഇടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ കമ്പ്യൂട്ടറിലാണ് വെക്കുന്ന ഇടത്ത് പുസ്തകം എന്തെങ്കിലും ഉണ്ടോ, അതിനകത്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അതിനകത്ത് നോക്കി അവിടെ തന്നെയായിരുന്നു, ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിലിരുന്നു. അപ്പോൾ അത് ഓരോ നക്ഷത്രങ്ങൾ ഏത് സ്ഥലത്തെ ഭരണം ചെയ്യുന്നുണ്ടോ അതിനകത്ത് തന്നെ കാണും. അങ്ങനെ സൂചനകൾ കിട്ടും. അങ്ങനെ സൂചനകൾ കിട്ടും, നമ്മളത് നോക്കണം.